പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യർ. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, പ്രഹ്ലാദ ചരിതമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3-4 ഭാഗം കഴിഞ്ഞിരിക്കുന്നു. സപ്താഹത്തിൽ ഇതൊക്കെ വളരെ ഓടിപ്പോകാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ഇപ്പോഴെങ്കിലും ലേശെങ്കിലും പറയാം, എന്നാലും മുഴുവനായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വെച്ചത്. പറയുകയാണെങ്കിൽ വേഗവും പറഞ്ഞ് തീർക്കാം, അത് വേറെ കാര്യം. പക്ഷെ അതിലിപ്പോൾ ഇന്നലെ പ്രഹ്ലാദ ഉപദേശത്തിലത്തെ കാര്യങ്ങൾ ഇത്രയും നമുക്ക് ബന്ധപ്പെട്ടു പോയാൽ പറയാൻ പറ്റുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഉപദേശത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഉപദേശം കേട്ടപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ്, പ്രഹ്ലാദ, ഇതൊക്കെ നിനക്ക് ഇവിടുന്ന് കിട്ടി? ഹിരണ്യേശുവിൻ്റെ സിലബസിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പഠിപ്പിക്കുന്ന തലത്ത് നിനക്കൊട്ട് പോവാനും പറ്റിയിട്ടില്ല. എവിടേക്കും നീ പോവില്ല, പോയാൽ നടക്കില്ല. അച്ഛൻ ചീത്ത പറയുമല്ലോ, അച്ഛനെ പേടിച്ചിട്ട് നീ പോയിട്ടുമില്ല. അപ്പോൾ പിന്നെ എവിടുന്നാണ് ഇത്രയും നല്ല, കേട്ടാൽ തന്നെ സുഖമുള്ള ആശയങ്ങൾ നിനക്ക് കിട്ടിയത്? ഇപ്പോൾ പറഞ്ഞു, പിതരി പ്രസ്ഥിതേസ്മാകം തപസേ മന്ദരാചലം. അച്ഛനായിരിക്കുന്ന ഹിരണ്യേശു മന്ദരപർവ്വതത്തിൽ തപസ്സിന് പോയതായിരിക്കുന്ന സമയത്ത് യുദ്ധോദ്യമം പരം ചക്ടർ വിബുധാദാനവാൻ പ്രതി. ഇന്ദ്രൻ ദേവന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, അസുരന്മാർക്കെതിരെ. ഇപ്പം സൗകര്യമാണ്, മേധാവായ ഹിരണ്യേശു ഇല്ലല്ലോ, വേഗം കീഴ്പ്പെടുത്താം എന്നങ്ങനെ വിചാരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള സമയത്ത് എൻ്റെ അമ്മയായിരിക്കുന്ന കയാതുവിനെ കയറി ആക്രമിക്കാൻ ഇന്ദ്രൻ ശ്രമിച്ചു. ഈ മാതിരി പ്രവൃത്തികളെ ഇന്ദ്രൻ ചെയ്യുള്ളൂ. അപ്പം നാരദൻ അവിടെ ഇടപെട്ടു. എന്താ ഇന്ദ്ര ഈ ചെയ്യണത്? ദേവന്മാരുടെയൊക്കെ നാഥനായിട്ടുള്ള അങ്ങ് അഹല്യയുടെ കാര്യത്തിൽ കാണിച്ചു കൂട്ടിയത് നമുക്കറിയാലോ. ആസുര സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അവരെ ദ്രോഹിക്കുക, പീഡിപ്പിക്കുക, ഇതാണോ 1000-100 യാഗം ചെയ്തിട്ടുള്ള ഒരാൾ ദേവരാജനായിട്ടുള്ള അങ്ങയുടെ കർത്തവ്യം? മോശമുണ്ട്, അതുകൊണ്ട് മാറൂ എന്ന് പറഞ്ഞ് നാരദൻ പിന്തിരിപ്പിച്ചു. അപ്പം ലജ്ജയോട് കൂടിയിട്ട് ഇന്ദ്രൻ പിന്മാറിപ്പോയി. ആ സമയത്ത് ചില ഉപദേശങ്ങളെ കയാതുവിന് കൊടുക്കുകയാണ് നാരദൻ. ഇന്ദ്രനോട് പറഞ്ഞിട്ട് കാര്യമില്ല തോന്നിയിട്ടാവാം, കയാതുവെങ്കിലും കേട്ടിട്ട് നന്നാവട്ടെ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ കയാതു 2 വരം നാരദനോട് ചോദിച്ചു എന്നാണ് പറയണത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, തദേത്യവാസീത് ദേവരഷ്ടേരന്ത്യസ്യാപഗതോ വയാ യാവത് ദൈത്യവതിർഗോര തപസോര നിവർത്തത. എൻ്റെ ഭർത്താവായിരിക്കുന്ന ഹിരണ്യേശു തപസ്സിൽ നിന്ന് നിവർത്തിച്ച തപസ് കഴിഞ്ഞ് വരുന്ന വരെ ഞാൻ പ്രസവിക്കരുത്. ഭർത്താവില്ലാത്തപ്പോൾ പ്രസവിക്കണേന് എനിക്ക് ലേശം വൈമനസ്യുണ്ട്, വന്നിട്ടേ പ്രസവിക്കാവൂ എന്നൊരു വരം. സ്വച്ഛന്ത മൃത്യു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സ്വച്ഛന്ത പ്രസവം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അത് അവിടെ അങ്ങനെ ഒരു വരാണ് അത്രേ കയാതു ചോദിച്ചത്, തപസോന നിവർത്തത. ഇത് മാത്രമല്ല, ആ ഒരു കാലദൈർഘ്യം വന്നത് കാരണം എൻ്റെ ഗർഭത്തിന് ദോഷം സംഭവിക്കുകയും അരുത്. പ്രസവിക്കേണ്ടപ്പോൾ പ്രസവിക്കാണ്ട് കുറച്ച് നീട്ടിയാൽ ചിലപ്പോൾ കുട്ടിക്കോ അമ്മയ്ക്കോ വേറെ ആര് വരാമല്ലോ, അതുണ്ടാവാനും പാടില്ല. ഭർത്താവ് വരുന്നവരേക്ക് ഞാൻ പ്രസവിക്കാനും പാടില്ല. ആയിക്കോട്ടെ, നീ അങ്ങനെ ഉണ്ടാവും, നിനക്ക് ഒരു കുഴപ്പവും കുട്ടിക്ക് ഉണ്ടാവില്ല എന്നല്ല, അവൻ അതികേമനാവും. മാത്രമല്ല ഭർത്താവ് വരുന്നവരെ നീ പ്രസവിക്കില്ല, പോരെ, മതിയെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് നാരദ മഹർഷി അമ്മയ്ക്ക് കൊടുത്തത് ഉപദേശം. അത് ആ അമ്മ കേട്ടതിനേക്കാളും ശ്രദ്ധയോട് കൂടിയിട്ട് കുട്ടികളെ ഞാൻ കേട്ടു. ചിലതൊക്കെ നിങ്ങളോട് പറയാം. ഒരു അധ്യായം മുഴുവൻ ഉണ്ട് കേട്ടോ. സ്വർണം യഥാഗ്രാവസുഹേമകാര ക്ഷേത്രേഷു യോഗേർത്തദഭിജ്ഞാപ്നുയാൻ ക്ഷേത്രേഷു ദേഹേഷു തദാത്മയോഗേർ അധ്യാത്മവിൻ ബ്രഹ്മഗതിൻ ലഭേത. എങ്ങനെയാണ് സ്വർണം കൊണ്ട് അല്ലെ ഒരു സ്വർണം ഉണ്ടാക്കുന്ന ആൾ പലവിധ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്? അതുപോലെ സർവ്വദിക്കിലും ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചമായി മാറിയിരിക്കുകയാണ്. വസ്തു ഒന്നാണ്, പക്ഷേ പല ആകൃതിയാണ്, അത്രയേ ഉള്ളൂ.
മണ്ണുകൊണ്ട് കുടം ഉണ്ടാക്കും, ശരാതുണ്ടാക്കും, കലം ഉണ്ടാക്കും. പക്ഷേ വസ്തു എന്താണ്? ഒക്കെ മണ്ണ്. അതുപോലെ ഭഗവാൻ തന്നെയാണ് സ്ത്രീയായിട്ടും പുരുഷനായിട്ടും പഞ്ചഭൂതമായിട്ടും ഒക്കെ തീർന്നിരിക്കുന്നത് എന്നൊക്കെ നാരദൻ പറഞ്ഞ് കൊടുക്കുന്നത് കേട്ടു. പിന്നെ ജന്മാദി ഷഡ്ഭാവങ്ങൾ ആത്മാവിനില്ല എന്നും ശരീരത്തിന് മാത്രമേ ഉള്ളൂ എന്നും അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഉണ്ടാകുന്നു, ഉണ്ട്, വളരുന്നു, രൂപമാറ്റം സംഭവിക്കുന്നു, ക്ഷയിക്കുന്നു ഇല്ല. ഈ ഷഡ്ഭാവങ്ങൾ കാമക്രോധ മുതലോപാധികളും ആവാം. ഈ ഷഡ്ഭാവങ്ങൾ ആത്മാവിനില്ല. ശരീരത്തിന്, മനസ്സിനാണ്. സത്യത്തിൽ ഇതൊക്കെ മനസ്സിനേ ഉള്ളൂ. മറ്റത് ശരീരത്തിനേ ഉള്ളൂ. ഉണ്ടാകുന്നു, ഉണ്ട്, വളരുന്നു, രൂപമാറ്റം സംഭവിക്കുന്നു, ക്ഷയിക്കുന്നു ഇല്ല. ശരീരത്തിനാണ്. ആ ശരീരത്തിനാണ് ഉണ്ടാകുന്നത്. അത് ആത്മാവിനല്ല. കാമക്രോധാദികൾ മനസ്സിനാണ്, അപ്പോഴും ആത്മാവിനല്ല. രണ്ടും ആത്മാവിനല്ല. അങ്ങനെ അതുകൊണ്ട് കുട്ടികളെ, നമ്മളെയൊക്കെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമമായിരിക്കുന്ന ശക്തിയെ അറിയാനുള്ള ബുദ്ധി മനുഷ്യന് മാത്രമാണ് സൃഷ്ടികർത്താവ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എത്രമാത്രം നന്ദികേടും അനൗചിത്യവുമായിരിക്കും മറ്റ് മൃഗങ്ങളെപ്പോലെ കഴിയുക എന്ന് വന്നാൽ, ആ ആത്മാവിനെ എപ്രകാരം അറിയാം എന്നാണ് ഋഷി പറഞ്ഞത്. ഗുരുശുശ്രൂഷയാ ഭക്തിയാ സർവലബ്ധാർപ്പണേന ച സംഗേന സാധു ഭക്താനാം ഈശ്വരാരാധനേന ച. ചരണിയെ ആരാധിക്കാൻ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന മാർഗങ്ങളിൽ കൂടെ നമ്മൾ ശ്രമിക്കുക. എല്ലാം ശരീരമർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദേ. ഈ ശരീരവും അർത്ഥവും പ്രാണനും യഥാർത്ഥ ഗുരുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കണം. എത്ര ഉദാഹരണങ്ങൾ. ഏകലവ്യൻ വിരൽ മുറിച്ചു കൊടുത്ത കഥ നമുക്കറിയാം. അസ്ത്രപ്രയോഗം നടത്തേണ്ട വിരലാണ് ഗുരു ചോദിച്ചത്. അങ്ങനെ ചോദിക്കാവോ എന്ന ഗുരുവിൻ്റെ ശരിയല്ലാത്ത കാര്യം നമ്മളെ ചിന്തയിൽ വരിക. അതല്ല ആ കഥയിൽ നിന്ന് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ആ വിരൽ മുറിച്ചു കൊടുത്തതിൽ കൂടി ഏകലവ്യൻ എത്രമാത്രം ചരിത്രത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടി. അസ്ത്രവിദ്യ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഏകലവ്യൻ്റെ പേര് പോലും ചിലപ്പോൾ നമ്മൾ കേൾക്കില്ല. പലരും പഠിച്ചു പോയി, ഏകലവ്യനും പഠിച്ചു പോയി എന്നല്ലാണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഏകലവ്യൻ പ്രസിദ്ധനായി, ചരിത്രപ്രസിദ്ധനായി? ഗുരുവിന് സർവവും സമർപ്പിച്ചതുകൊണ്ട്. അതാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് കഥയുടെ അർത്ഥം എടുക്കുക. അല്ലാണ്ട് പുരാണങ്ങൾ അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. ഒരു ഗുണവും അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെ കൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കൊണ്ട് ഏകലവ്യൻ ശാശ്വത പ്രതിഷ്ഠനായി, യശശരീരനായി. അതാണ് ഗുരുവിൽ സമർപ്പണ ബുദ്ധി കൊണ്ട് അദ്ദേഹം നേടി. ഒന്നും നേടിയില്ലാന്ന് നമ്മൾ വിചാരിക്കും. അസ്ത്രവിദ്യ പഠിച്ചു, അസ്ത്രവിദ്യ പ്രയോഗിക്കാൻ പറ്റിയില്ല, പിന്നെ എന്ത് നേട്ടം ഉണ്ടായി എന്നാണ് ബാഹ്യബുദ്ധിയിൽ നമുക്ക് തോന്നുക. അദ്ദേഹം നേടിയില്ലോ. ഈ ചരിത്രത്തിൽ അദ്ദേഹം ശാശ്വത പ്രതിഷ്ഠ നേടിയില്ലേ? അതല്ലേ ഒരു ജീവിതത്തിൽ വേണ്ടത്. 4 അസ്ത്രം പ്രയോഗിച്ച് കേവനാവുക എന്ന് പറഞ്ഞാൽ അത് ഇന്നുണ്ടാവും, നാളെ പ്രശസ്തി പോവുകയും ചെയ്യും ഇല്ലേ? എത്ര പ്രശസ്തി മെഡലും കിട്ടിയവരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അവരൊക്കെ പിന്നീട് ആദരിക്കപ്പെടുന്നുണ്ടോ? തൽക്കാലം അവരുടെ കാലഘട്ടത്തിൽ ആദരണീയനാവും, പിന്നെയൊന്നും അവരെ ആരും ഓർക്കാറൊന്നുമില്ല. അപ്പോൾ അവരെ വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നത്. ഈ ഏകലവ്യൻ മറ്റ് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അങ്ങനെ നേട്ടം ഉണ്ടാക്കാത്ത ഒരാൾ ചരിത്രത്തിൽ പ്രസിദ്ധനായി എന്നതാണ് സർവലബ്ധാർപ്പണേനച എന്നുണ്ടായത്. ഗുരു എന്ന് പറഞ്ഞാൽ അമ്മയാണ്, അച്ഛനാണ്, അക്ഷരവിദ്യ പഠിപ്പിച്ച ആളാണ്, ആത്മവിദ്യ ഭഗവാനിലേക്ക് എത്തിച്ചവർ. 4 തരത്തിന് നമ്മൾ ഗുരു എന്ന് പറയണം. ഗുരു എന്ന് പറയുന്നതൊരു വലിയ ടേമാണ്. അക്ഷരം പഠിപ്പിച്ച ആൾ മാത്രമല്ല, അധ്യാപകൻ ചിലപ്പോൾ ഗുരു ആവണമെന്നുമില്ല. അധ്യാപകൻ ബ്രഹ്മവിദ്യ അല്ലല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. അധ്യാപകനാണ്, പക്ഷേ ഗുരു മാത്രമേ ഗുരു ആവുള്ളൂ. ജ്ഞാനമാകുന്ന അന്ധകാരം നശിപ്പിക്കുന്ന ആൾ അച്ഛനാണ്, അമ്മയാണ്. അവരൊക്കെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവർ തന്നെയാണ്. രാമൻ സർവ്വരാജ്യവും അച്ഛന് വേണ്ടിയിട്ട് തേച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗുരുത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അമ്മയും രാമൻ ധിക്കരിച്ചിട്ടില്ല, ധിക്കരിച്ചതായിട്ട് എവിടെയും പറയുന്നില്ല. അച്ഛനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ദുഃഖം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. രാമനല്ലല്ലോ അതിന് ഉത്തരവാദി. അപ്പോൾ 2 അക്ഷരം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഗുരു തീർച്ചയായിട്ടും ഗുരു തന്നെയാണ്. PhD പാസ്സായി ഡോക്ടറേറ്റ് എടുത്ത് ലെക്ചർ ചെയ്യണ ആളേക്കാളും ഞാൻ പറയണത് ആയിട്ട് നമ്മുടെ കൈ പിടിച്ച് എഴുതിച്ചിട്ടുള്ള ആ ഗുരുനാഥൻ തന്നെയാണ്. അവരാണ് ത്യാഗം സഹിക്കണത്. ആലോചിച്ച് നോക്കൂ. ഒരു LP സ്കൂൾ അധ്യാപിക എത്രമാത്രം ആ കുട്ടികളെ 2 അക്ഷരം എഴുതിക്കാനോ പറയിക്കാനോ കഷ്ടപ്പെടുന്നു എന്ന് അവർക്കേ അറിയുള്ളൂ.
ചിലപ്പോൾ കുട്ടികൾ ക്ലാസ്സൊക്കെ ടോയ്ലറ്റാക്കിയെന്നും വരില്ലേ, ചെറിയ കുട്ടികളൊക്കെ ആവും, നഴ്സറിയിലൊക്കെ അതുണ്ടാവും. ഇതൊക്കെ സഹിച്ച് അവലാതി പറയാതെ ഇല്ലേ ക്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് കുട്ടികളെ സമാധാനിപ്പിച്ച് എന്തൊക്കെ ത്യാഗം ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. അത് ശരിക്കും ഒരു ഗുരു തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആ ആ ഈ ഊ എന്ന് എഴുതി ഇപ്പോഴും എന്നെ പഠിപ്പിച്ച ടീച്ചർമാരുടെ പലരുടെയും രൂപം എൻ്റെ മനസ്സിലുണ്ട്. അവരൊക്കെ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഒന്നും അറിയാത്ത കുട്ടികളുടെ കയ്യെ പിടിച്ച് എഴുതിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ലൊരു ഗുരുസ്ഥാനത്ത് കാണേണ്ടവർ തന്നെയാണ്. അവർ നമ്മളെ തല്ലിയാലും ചീത്ത പറഞ്ഞാലും ഒന്നും നമുക്ക് അവരോട് ദേഷ്യമില്ല. കാരണം നമ്മൾ നന്നാവാനാണ് അവരത് ചെയ്തത് എന്നൊരു ബോധം നമുക്കുണ്ടായിരുന്നു. എല്ലാ ഗുരുക്കന്മാരെ പറ്റിയിട്ടും നമുക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാത്തൊരു ചിന്തനും നമുക്ക് വന്നിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു നല്ല ഗുരുനാഥന്മാരുടെ പരമ്പര കോളേജ് തലത്തിൽ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ ഇരിപ്പും നടത്തവും ലെക്ചറിങ് സ്റ്റൈലും ഒക്കെ നമ്മുടെ മനസ്സിൽ ആ പേരും, ചിലരൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ ചിലരൊക്കെ ഇത്തിരി സങ്കടമാണെന്നറിയോ. പക്ഷേ അവരൊക്കെ എങ്ങനെ മരിക്കുക? കാരണം അവരൊക്കെ മാതൃകാപരമാവും ചെയ്തിരുന്നു. എൻ്റെ ആ കൊല്ലങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എൻ്റെ വർഷങ്ങളിൽ കിട്ടിയ ബാച്ചുകളിലുള്ള എല്ലാ ഗുരുനാഥന്മാരും മാതൃകാപരമായി പഠിപ്പിച്ചിരുന്നു. അന്ന് എമർജൻസി കാലത്താണ് കോളേജിലൊക്കെ പഠിച്ചത്. അപ്പോൾ ആ ഗുരുനാഥൻ സർവലബ്ധ അർപ്പണേനജ, ഗുരുവിനോട് നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും നല്ല ഭാവത്തിൽ വർത്തിക്കണം. കഴിയുന്ന ഉപകാരങ്ങൾ ആ ഗുരുവിന് പറ്റിയെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുക. എന്തു കൊടുത്താലാണ് അവർ നമുക്ക് പകർന്നു തരുന്ന വിദ്യയ്ക്ക് പകരമാവുക. അതുകൊണ്ട് കുട്ടികളെ, ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. പ്രഹ്ലാദൻ ഉദ്ദേശിച്ച ഗുരു ഏതായിരിക്കാം? ചണ്ടനും അമർക്കനും ആവുമോ? ചണ്ടാവർക്കന്മാർ മറ്റുള്ളവരുടെ ധനം തൻ്റെക്കാനാണ് പഠിപ്പിക്കണം. അപ്പം എങ്ങനെയാണ് ഇവിടെ ഗുരുഭക്തി ശരിയാവുക എന്നൊരു ചോദ്യം ഉണ്ട്. ഇവിടെ നാരദനാണ് യഥാർത്ഥ ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടാവേണ്ടത്. വേറെ ഗുരു ഇല്ലല്ലോ പ്രഹ്ലാദന്. മാത്രമല്ല ഈ വക അറിവുകളൊക്കെ കൊടുക്കുന്നത് ആരാണ്? നാരദൻ കയാതുവിൻ്റെ ഗർഭത്തിൽ പ്രഹ്ലാദൻ കിടക്കുമ്പോൾ കൊടുത്ത ഉപദേശം. ഇപ്പോൾ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ നാരദനാവണം എന്നാണ് ചിലർ പറയണത്. അങ്ങനെ കണക്കാക്കിയാലേ അവിടെ അർത്ഥം ശരിയാവുള്ളൂ. ചണ്ടാവർക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത് പഠിച്ചാൽ ശരിയാവുമോ? പ്രഹ്ലാദനെ പോലുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ കാര്യമാണോ അവർ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ ഗുരുവാണ് നാരദൻ. ഈശ്വരമാർഗം നമുക്ക് രണ്ടക്ഷരം പറഞ്ഞു എന്നാൽ അവരോടുള്ള കടപ്പാട് ജന്മജന്മാന്തരം നമുക്ക് തീരില്ല എന്നാണ്. ഇപ്പോൾ ഭാഗവതം കൈകാര്യം ചെയ്യാറാവുക, വായിക്കാറാവുക ഒക്കെ ഈ ജന്മം കൊണ്ട് ഇത് മുഴുവനെ ചെയ്യാറാവുന്നെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം അങ്ങനെ അത്ര പഠിപ്പോ കാര്യങ്ങളോ ഈ വിഷയത്തിൽ ഗഹനമായിട്ടുള്ളതും ഇല്ല. അറിവൊന്നും കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് വളരെ വേഗം അത്ഭുതകരമായിട്ടുള്ള പുരോഗതി ഉണ്ടായത്. പുരോഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഴുവനായി ഇന്നിപ്പോഴും എപ്പോഴും അഭിമാനം ഇല്ല കേട്ടോ. വായിച്ച് കാട്ടി കൂട്ടാറെങ്കിലും ആയത് ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അപ്പോൾ അവരോടുള്ള കടപ്പാട് ജന്മജന്മാന്തരങ്ങളിലായിട്ട് നമുക്ക് തീരില്ല. കുറച്ച് പൈസ വാങ്ങിയാൽ തിരിച്ചു കൊടുത്താൽ തീരും. ഇത് തീരുമോ? എത്ര ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഏത് സംഘർഷങ്ങളും മനസ്സിൽ നിന്ന് പോകണു. ചെറിയ കാര്യമാണോ? ഒരു സുഹൃത്തിന് ചെയ്യാൻ പറ്റില്ല, പൈസയ്ക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റർടൈൻമെൻറ്റിന് ചെയ്യാൻ പറ്റില്ല, ഡോക്ടർക്ക് നൽകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അതൊന്നും പറ്റാത്ത ഒരു കാര്യം ഭാഗവതം നമുക്ക് നൽകുന്നു. അതാര് തന്നു? ഗുരു തന്നു. അതാണ് ഇവിടെ ഗുരു. അതൊക്കെ എത്ര വേണമെങ്കിലും പറയാമെന്നർത്ഥം. ഭക്തിയാ അതാണ് ഗുരു ശുശ്രൂഷയാ ഭക്തിയാ സർവലബ്ധാർപ്പണേന ച സംഘേന സാധു ഭക്താനാം. നല്ല ജനങ്ങളുമായിട്ടുള്ള സംഘം കുറച്ച് നേരെങ്കിലും ഒരു ദിവസം ഉണ്ടാവുക. എത്രയോ നേരം ഉറങ്ങിപ്പോണു, എത്രയോ നേരം മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കണം. കുറച്ച് സമയമെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കണ്ടേ നമ്മുടെ ജീവിതത്തിൽ? അതുകൊണ്ട് കുട്ടികളെ, ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ അർത്ഥ ഈശ്വര ഇതി ഭൂതാനി മനസാ കാമയത്തെ സാധുമാണ്. എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായിട്ട് വസിക്കുന്നതായിട്ടുള്ള ഹരി, ആ ഹരിയിൽ ഭക്തിയോട് കൂടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റും. ഏറ്റവും നല്ല മാർഗമാണ് ഭക്തി. വാസുദേവേ ഭഗവതിയാ സംലഭതേ രതിം. എന്നിട്ട് എങ്ങനെ ആ നിശമ്യ കർമാണി ഗുണാനതുല്യാൻ, ഭഗവാന്റെ കർമ്മങ്ങൾക്ക് തുല്യതയില്ല. ഇത്രയും ഭാഗവത്തിൽ നോക്കിയാൽ കാണാം, ഹരേരത്ഭുത കർമ്മണ ഹരേരത്ഭുത കർമ്മണ. അത്ഭുതമുള്ള കർമ്മങ്ങളാണ് ചെയ്യണത്. അവരുടെ ചോദിക്കും ഇതൊക്കെ ശരിയാണോ? മൂന്നാമത്തെ ദിവസം ജനിച്ചതിന് ശേഷം ഒരു കുട്ടി എങ്ങനെയാണ് ഒരു രാക്ഷസിയെ കൊല്ലുക?
അധികം താമസിയാണ്ട് എങ്ങനെ ഈ ഉരല് വലിച്ചിട്ട് യമളാർജുനന്മാർക്ക് മോക്ഷം കൊടുത്തത്, തൃണാവർത്തനെ കൊന്നത്, ഇതൊക്കെ ഒരു കഥയാണ്. പക്ഷേ ഞാൻ ചോദിക്കണത്, കുട്ടി മൂത്രമൊഴിച്ചു, കുട്ടി അങ്ങനെ ചെയ്തു, കുട്ടി വികൃതി കാട്ടി, കുട്ടി കളിക്കോപ്പെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്താ ഇപ്പോൾ ഈശ്വര കഥയായിട്ട് ഒരു വ്യത്യാസം? അതും പറയുന്നുണ്ട് കേട്ടോ, ഭഗവാൻ കഴിച്ച ലീലകൾ അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞില്ലെങ്കിൽ ഭഗവാനും ബാക്കിയുള്ളവരും തമ്മിൽ പിന്നെ എന്താ ഇപ്പോൾ ഒരു വ്യത്യാസം? നമ്മളെപ്പോലെ 2 കൈ പാൻറ്റിട്ട് നടക്കുക, സ്കൂട്ടറിൽ ഓടിക്കുക കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതിന് വല്ല രസമുണ്ടോ? അവിടെ മഞ്ഞപ്പെട്ട ഓടക്കുഴൽ, അതൊക്കെ ചില പ്രത്യേകതകൾ ഉണ്ടാവണം. അതാണ് ഇവിടെ ഗുണാൻ അതുല്യാൻ, ലീലകളും ഗുണങ്ങളും മറ്റുള്ളവരെ പോലെ ആവരുത്. 4 കയ്യ്, ശംഖ്, ചക്രം, അതൊക്കെ തന്നെ അവിടെ നല്ലത്. പുലിത്തോല്, പാമ്പിനെ കഴുത്തിലിടൽ, അല്ലെങ്കിൽ ശിവനുണ്ടോ പേനയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ബസ് കയറുക, പാൻ്റ് ഇട്ടിട്ട്, അത് ശിവനുണ്ടോ അവിടെ? അപ്പോൾ ശിവൻ ശിവനായിട്ട് അങ്ങനെ തന്നെ കാണിക്കുക. ഗുണാൻ അതുല്യാൻ, നമ്മുടെ ഗുണങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അവരെ നമ്മൾ കേൾക്കുമ്പോഴേ ഭക്തി നമുക്കുണ്ടാവുള്ളൂ, ആ ഭഗവാനിൽ മനസ്സും നമുക്ക് വരുള്ളൂ. അത് കുട്ടികളെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ധാരാളമായിട്ട് കേൾക്കണം എന്ന് നാരദ മഹർഷി അമ്മയുടെ വയറിൽ കിടക്കുമ്പോൾ, ഗർഭത്തിൽ കിടക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പ്രഹ്ലാദൻ കുട്ടികളോട് പറയണം. അതുകൊണ്ട് ഈ ലോകത്തിൽ ദേവനാവട്ടെ, അസുരനാവട്ടെ, മനുഷ്യനാവട്ടെ, യക്ഷണോ ഗന്ധർവയേവച്ച, ആ വ്യത്യാസമില്ല. ഭജൻ മുകുന്ദ ചരണം സ്വസ്തിമാൻ സ്യാൽ യഥാ വയം. ഞാനിപ്പോൾ അസുരനാണ്, വയം എന്നവിടെ ഏകവചനമായിട്ട് എടുക്കണം. ഞാൻ കണ്ടോ ഭഗവാനെ ഭജിച്ചിട്ട് ഈ ഹിരണ്യകശിപുവിൻ്റെ ഒരു ദ്രോഹവും എനിക്ക് ദുഃഖമായിട്ട് ആവണില്ല. കാരണം എന്താണ്? ഞാൻ ഭഗതൻ മുകുന്ദ ചരണം, ആ ഭഗവത് പാദപത്മത്തെ ഭജിച്ച് തുടങ്ങിയാൽ പിന്നെ ഉണ്ടോ ദുഃഖം എന്നൊരവസ്ഥ? കട്ടേരിപ്പാടൊക്കെ എത്രയോ പറഞ്ഞിട്ടുണ്ടല്ലേ, ഭവത് ഭക്തിസ്ഥാവത് പ്രമുഖ മധുരാ തദ്ഗുണരസ കിമപ്യാരൂഢാചേതകല പരിതാപ പ്രശമനി. തോട്ടക്കത്തിൽ കാലെടുത്ത് വെച്ചാൽ തന്നെ ആനന്ദമാണ് ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ തന്നെ കഴിഞ്ഞില്ലേ സുഖം, ദുഃഖം അവിടെ അവസാനിച്ചു. അവന് ആനന്ദത്തിലേക്ക് കാല് വെച്ചു എന്നർത്ഥം. കുറച്ചാണ് കയറിയാലോ അഖില പരിതാപ പ്രശമനി. ദുഃഖം കൊണ്ടും വിഷമം കൊണ്ടും വിട്ടുകൊണ്ട് ഗുരുവായൂരപ്പാന്ന് വിളിച്ചവർക്ക് അറിയാം. ദുഃഖമോ വേദനയോ രോഗമോ മാറിയാലുള്ളൊരു അനുഭവം ഈ ജന്മം പിന്നെ ഗുരുവായൂരപ്പനെ വിളിക്കാണ്ടിരിക്കുമോ? അഖില പരിതാപ പ്രശമനി വട്ടേരിയുടെ സ്വന്തം അനുഭവമാണ്. നീ കുറച്ചും കൂടിയാണ് പോയാലോ അഖില പരിതാപ പ്രശമനി പുനഃശാന്തേ സ്വാന്തേ, അവസാനം ഭഗവത് പാദപത്മത്തോട് വിട്ട് മോക്ഷാനന്ദ സാഗരത്തിലാണ് പോയിട്ട് ചേരണത്. അപ്പം തുടക്കം സുഖം, മധ്യം സുഖം, അവസാനിച്ചാൽ തീരാത്ത സുഖം. സുഖമല്ലാണ്ട് വേറൊന്നുമില്ല. അത്രയും നല്ലൊരു മാർഗം എന്തിനാണ് കുട്ടികളെ നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നത്? ദേവനാവട്ടെ, അസുരനാവട്ടെ, വൃത്രാസുരൻ, ബാണൻ, മഹാബലി, ഇവരൊക്കെ അസുരന്മാരാണ്. അതുപോലെ യക്ഷോ ഗന്ധർവയേവച, അളകൂപരമണി ദേവന്മാരിൽ യക്ഷന്മാരാണെന്നാണ്. ഇങ്ങനെ പല ഇതിൽപ്പെട്ടവരുണ്ട്. ജഡായു പക്ഷിയല്ലേ, എവിടെ എത്തി ഭക്തി കൊണ്ട്? ഹനുമാൻ മൃഗമല്ലേ, എവിടെ എത്തി ഭക്തി കൊണ്ട്? ശബരി നീചസ്ത്രീയാണ്, ഗോപികളും താണ സംസ്കാരമുള്ളവരാണ്. അപ്പോൾ ഏത് ജന്മം എന്നൊന്നുമല്ല ഇവിടെ പ്രധാനം, ഭക്തി ഉണ്ടാവുക. നാളം ദ്വിജത്വം ദേവത്വം ആവർത്തിച്ച് പറയണം. ദ്വിജത്വം ബ്രാഹ്മണത്വം ഏത് ജന്മത്തിൽ ജനിച്ചു വിഷയമല്ല. ദേവത്വം ഋഷിത്വം, ഋഷിയാവണമെന്നില്ല, ഒന്നുമില്ല. ഭക്തി ഉണ്ടായാൽ മതി. ആ മനസ്സ് തന്നെയാണ് സദാ ഭഗവാൻ നോക്കുന്നത്. അതുകൊണ്ട് പ്രീണനായ മുകുന്ദസ്യന വൃതന്ന ബഹുജ്ഞത. കുറച്ച് അറിയണമെന്നില്ല. അയ്യോ ഞാൻ വേദം പഠിച്ചിട്ടില്ല, ഞാൻ ഗ്രാമർ പഠിച്ചിട്ടില്ല, സംസ്കൃതം അറിയില്ല. ഇത് പഠിച്ചവരോടൊന്നും ഭഗവാന്റെ അനുഗ്രഹം എടുത്തു വെച്ച് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. അതുകൊണ്ടൊന്നും ഭഗവാനെ കിട്ടില്ല. ഇതൊക്കെ അതിനൊക്കെ സഹായിച്ചു എന്ന് വരാം, പക്ഷെ അതൊന്നും അവസാന വാക്കുകളല്ല. വേദോ സംസ്കൃതം എന്ന വൃത്തന്ന ബഹുജ്ഞത, അറിവ്. പാണ്ഡിത്യമുള്ളവരെ ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? മഞ്ജുള ഗോപത്രികൾ അവർക്കുണ്ടോ? ഇനി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്ത തന്നെ ദാനന്ന തപോനേജ്യ, ദാനം, തപസ്, യാഗം, ശൗചം, വ്രതം ഇതെല്ലാവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കില്ല. വേണ്ട, ഇതൊന്നുമല്ല ഈശ്വരനിലേക്ക് എത്തുന്ന പ്രീതയെ അമലയാ ഭക്തിയാ ഹരിരന്യൽ വിടംബനം. നിർമ്മലമായിട്ടുള്ള ഭക്തി ഏതൊരാൾക്കുണ്ടോ അത് തന്നെയാണ് ഹരിപ്രീതിക്ക് ഏറ്റവും പ്രധാനം എന്നും നാരദ മഹർഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് ഞാൻ കേട്ടു. തതോ ഹരൗ ഭഗവതി ഭക്തിം ഗുരുദ ദാനവാ ആത്മോപമേന സർവത്ര സർവഭൂതാത്മനീശ്വരേ.
ഹരോ ഹരിയിൽ ഭക്തി ഉണ്ടാക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് പിന്നെ വേറൊന്നും ഈ ലോകത്തിൽ വേണ്ടതായിട്ട് വരില്ല എന്നൊക്കെ ആ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് ഞാൻ കേട്ടു. എനിക്ക് ഹരിയിൽ വല്ലാത്തൊരു ഭക്തി ഉണ്ടായി. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുട്ടികളെ, നിങ്ങൾക്കും ഭക്തി ഉണ്ടായിക്കോട്ടെ. എന്തിനാണ് ഈ ആസുര ജന്മമായിട്ട് ഇങ്ങനെ പാഴാക്കുന്നത്? അങ്ങനെ പ്രഹ്ലാദൻ നാമം ചെല്ലാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് തുടങ്ങി. ഹിരണ്യകശിപു ഇങ്ങോട്ട് കേട്ടു അന്തം വിട്ടു. ഇത് അതിന് മുമ്പ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എങ്ങനെ എല്ലാവരും കൃഷ്ണ രാമ ഗോവിന്ദ എന്നെങ്ങനെ ജപിക്കാൻ തോന്നണത്? അത്ഭുതപ്പെട്ടു. അങ്ങനെ പ്രഹ്ലാദനെ വധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. ആ സമയത്താണ് എവിടെയാ എൻ്റെ നാരായണൻ ഈശ്വരൻ എന്നങ്ങനെ ചോദിക്കുന്നതും തുടർന്ന് ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്നതും. അങ്ങനെ ആ അവതാരം കഥ ഏകദേശം അവതാരഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പ്രഹ്ലാദൻ്റെ സ്തുതി ഉണ്ട് കേട്ടോ. അപ്പോൾ 2 എപ്പിസോഡും കൂടി വേണ്ടി വരും. ഇന്നത്തെ ഭാഗം നമുക്ക് നിർത്താം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.